सोच विचार के लिए कविता को एक बार फिर से पढ़िए. കവിത ഒന്നുകൂടെ വായിച്ചു നോക്കുക. और निम्नलिखित के बारे में पता लगाकर अपनी लेखन पुस्तिका में लिखिए. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോയൽ കഹാ രഹ്തി ഹെ? കുയിൽ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? അമരായ ഘനി ഹെ കോയൽ പുക്കാരത്തി ഹെ. എവിടെയാണ് അമരായ? അമരായ എന്ന് പറഞ്ഞാൽ മാന്തോട്ടം. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് എഴുതാം? കോയൽ അമരായ അർത്ഥാത് ആം കെ ബാഗോ മേ രഹത്തി ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, തൻ മൻ കോൺ സവാർത്തി ഹെ? നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം നൽകുന്നത് അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് ആരാണ്? ആരാണ്? ബഹത്തി മലൈ പവൻ ഹെ തൻ മൻ സവാർത്തി ഹെ. ഒഴുകി വരുന്ന, അങ്ങനെ വീശുന്ന, മലയപർവ്വതത്തിൽ നിന്ന് വീശുന്ന കാറ്റ്, ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള ആ കാറ്റാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്നത്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? തൻ മൻ മലൈ പർവ്വത സെ ആനെ വാലി മലൈ പവൻ സവാർത്തി ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, ഝർനെ കഹാ സെ ഝർത്തെ ഹെ? ഝർനെ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം. അപ്പോൾ എവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്? എവിടെ നിന്നാണ് വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത്? ഝർനെ പഹാഡിയോ സെ ഝർത്തെ ഹെ. പർവ്വതങ്ങളിൽ നിന്നാണ് വെള്ളച്ചാട്ടം ഒഴുകുന്നത്. അടുത്തത്, ശ്രീകൃഷ്ണനെ ക്യാ സുനായ താ? ശ്രീകൃഷ്ണൻ എന്തായിരുന്നു കേൾപ്പിച്ചിരുന്നത്? എന്തായിരുന്നു? ശ്രീകൃഷ്ണനെ സുനായി വൻഷി പുനീത് ഗീത. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ശ്രീകൃഷ്ണനെ ഗീത കാ ഉപദേശ് സുനായ താ. ശ്രീകൃഷ്ണ ഗീതയുടെ ഉപദേശം കേൾപ്പിച്ചു. അടുത്തത്, ഗൗതമിനെ കിസ്കാ യശ് ബഡായ? ഗൗതം ബുദ്ധ് ആരുടെ കീർത്തിയാണ് വർദ്ധിപ്പിച്ചത്, പ്രശസ്തിയാണ് വർദ്ധിപ്പിച്ചത്? ഗൗതമിനെ ദേശ് കാ യശ് ബഡായ. അടുത്തത്, നദിയാ ലഹർ രഹി ഹെ പഗ് പഗ് ചഹർ രഹി ഹെ. ലഹർ കാ അർത്ഥ ഹോത്താ ഹെ. ലഹർ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? പാനി കാ ഹിലോര, അതായത് വാട്ടർ മൂവ്മെൻറ്റ്, ജലത്തിൻ്റെ ചലനം. മോജ് എന്ന് പറഞ്ഞാൽ രസകരം, ഉമങ്ക് ആവേശം, വേഗ് എന്ന് പറഞ്ഞാൽ ഗതി, പിന്നെ ജോഷ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. പിന്നെ ചെഹർ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ബിഖർന, പരന്ന് കിടക്കുക. ചിത്രാന എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിതറിയിടുക, അതിനാണ് ചിത്രാന എന്ന് പറയുന്നത്. അതേപോലെ ചിട്ടക്കന എന്ന് പറഞ്ഞാൽ തെളിക്കുക, വെള്ളം തെളിക്കുക എന്ന് പറയില്ല, അതാണ് ചിട്ടക്കന. ഫയൽന പരക്കുക, ഇതൊക്കെയാണ് ചെഹർ എന്ന വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ കവിത പഠിക്കർ പത്താ ലഗായിയെ ഓർ ലിഖിയെ. അപ്പോൾ കവിത വായിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതണം. കഹാ കഹാ ചട്ട ചഹർ രഹി ഹെ? എവിടെയൊക്കെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഇങ്ങനെ പരന്ന് കിടക്കുന്നത്? എവിടെയൊക്കെയാണ്? ജഗ്മഗ് ചട്ടാ നിരാലി പഗ് പഗ് ചഹർ രഹി ഹെ. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം എവിടെയാണ്? പഗ് പഗ് എന്ന് പറഞ്ഞാൽ ഹർ കദം പർ ചഹർ രഹി ഹെ. ഓരോരോ ചുവടിലും ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഹർ കദം പർ ചട്ട ചഹർ രഹി ഹെ. ഹർ കദം പർ, ഓരോ ചുവട്ടിലും അല്ലെങ്കിൽ പ്രത്യേക ജഗഹ് പർ ചട്ട ചഹർ രഹി ഹെ എന്ന് എഴുതാം. കിസ്കാ പാനി ലഹർ രഹാ ഹെ? ആരുടെ ജലമാണ്, ആരുടെ വെള്ളമാണ് ഒഴുകുന്നത്? ലഹർ രഹാ, എങ്ങനെ അലയടിക്കുന്നത്? എവിടുത്തെ വെള്ളമാണ് അലയടിക്കുന്നത്? അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? നദിയോ കാ പാനി ലഹർ രഹാ ഹെ. അടുത്തത്, കവിതാക്കി രചന. ഗംഗ യമുൻ ത്രിവേണി നദിയാ ലഹർ രഹി ഹെ. യമുൻ ശബ്ദ യഹാ യമുന നദി കെ ലിയെ ആയാ ഹെ. ഇവിടെ യമുൻ എന്ന വേർഡ് യമുന നദിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കവി ഉപയോഗിച്ചിട്ടുള്ളത്. कभी कभी कवि कविता की लय और सौंदर्य को बढ़ाने के लिए इस प्रकार से शब्दों को थोड़ा बदल देते हैं. അപ്പോൾ ചിലപ്പോഴൊക്കെ കവി ഈ കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചില വേർഡുകളൊക്കെ മാറ്റാറുണ്ട്. ഇപ്പോൾ യമുന നദിക്ക് വേണ്ടിയിട്ട് ഇവിടെ യമുൻ എന്ന് ഉപയോഗിച്ചു. यदि आप कविता को थोड़ा और ध्यान से पढ़ेंगे तो आपको और भी बहुत से विशेषताएं पता चलेंगी.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒന്ന് കവിത വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങൾ മനസ്സിലാകും. ആപ്കോ ജോ വിശേഷ ബാത്തേ ദിഖായി ദേ ഉനെ ആപ്പസ് മേ സാജ കീജിയെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓർ ലിഖിയെ, എന്നിട്ട് എഴുതണം. ജैसे सबसे ऊपर इस कविता का एक शीर्षक है. ഏതുപോലെ ഈ കവിതയുടെ ഒരു ഹെഡിങ് ഉണ്ട് ഏറ്റവും മുകളിൽ. ഏതാണ്? മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ കവി നമ്മുടെ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അമ്മയെ പോലെയുള്ള ഭൂമി, മാ സമാൻ ഭൂമി, അമ്മയാകുന്ന ഭൂമി, മാതൃഭൂമി എന്ന് കവി ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് വേറെയും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. വേറെ ഏതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ജർനെ അനേക് ജർത്തെ എന്ന് കവി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജർന എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം, അനേക് ജർത്തെ. ഇവിടെ ബഹന എന്നാണ് വേണ്ടിയിരുന്നത്, ബഹത്തെ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഒഴുകുക, വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുക, വെള്ളം ഒഴുകുക. അപ്പോൾ ബഹത്തെ എന്ന വേർഡിന് പകരം കവി എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? ജർത്തെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബഹത്തെ ശബ്ദക്കോ ജർത്തെ ലിഖാ ഹെ. അതേപോലെ ഹിന്ദ് മഹാസാഗർ കോ സിന്ധു ലിഖാ ഹെ. ഇവിടെ നീച്ചെ ചരൺ തലേജുഗ് നിത് സിന്ധു ജൂമത്താ ഹെ. ഇവിടെ ഹിന്ദു മഹാസാഗറിനാണ് സിന്ധു എന്ന് കവി എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ ചൂമത്താ ഹെ, ചൂമത്താ ഹെ ആകാശം, ഹിമാലയ പർവ്വതം ആകാശത്തെ തൊടുന്നു, അതിന് ആകാശ ചൂമത്താ ഹെ എന്ന് കവി വർണ്ണിച്ചിരിക്കുന്നു, ആകാശത്തെ ചുംബിക്കുന്നു എന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഇതൊക്കെ കവിതയുടെ ഭംഗി, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കവി ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ വ ധർമ്മഭൂമി മേരി, വ കർമ്മഭൂമി മേരി, വ ജന്മഭൂമി മേരി, മാതൃഭൂമി മേരി, ഇങ്ങനത്തെ വേർഡ്സും ഉപയോഗിച്ചിരിക്കുന്നു. ഇതെല്ലാം കവിതയുടെ ഭംഗിയെ, സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് മിലാൻ. स्तंभ एक और स्तंभ दो में कुछ पंक्तियाँ दी गई है. मिलते जुलते भाव वाली पंक्तियों को रेखा खींचकर जोड़िए. അപ്പോൾ ഇവിടെ 2 കോളങ്ങളിലായിട്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേർച്ചയുള്ള അർത്ഥം വരുന്നത്, ശരിയായ അർത്ഥം വരുന്ന വരികൾ തമ്മിൽ നിങ്ങൾ യോജിപ്പിക്കണം. ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വ ജന്മഭൂമി മേരി, വ മാതൃഭൂമി മേരി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വരിക? मैंने उस भूमि पर जन्म लिया है, वह ഭൂമി മേരി മാ സമാൻ ഹെ. ഇതാണ് അർത്ഥം വരിക. ഞാൻ ഈ ഭൂമിയിലാണ് ജനിച്ചത്, ഇതെൻ്റെ അമ്മയ്ക്ക് സമാനമായിട്ടുള്ള ഭൂമിയാണ്, മാ സമാൻ ഭൂമി ഹെ. അടുത്തത് ചിടിയാ ചഹക് രഹി ഹെ ഹോ മസ്ത് ഝാഡിയോ മേ. അതിൻ്റെ അർത്ഥം എന്താണ്? वहाँ की जलवायु इतनी सुखदायी है कि पक्षी पेड़ पौधों के बीच प्रसन्नता से ഗീത് ഖാ രഹേ ഹെ. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം അത്രയ്ക്ക് നല്ലതാണ്, സുഖദായി, നല്ല അന്തരീക്ഷമാണ്. ഇവിടെ പക്ഷികളൊക്കെ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഇടയിൽ സന്തോഷത്തോടെ പാട്ടുപാടുന്നു. അമരായ ഘനി ഹെ കോയൽ പുക്കാർത്തി ഹെ. यहाँ आम के घने उद्यान है जिनमें കോയൽ ആദി പക്ഷി ചഹചഹാ രഹേ ഹെ. ഇവിടെ മാന്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അവിടെ കുയിൽ നന്നായിട്ട്, കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നു, ചഹചഹാ രഹേ ഹെ, കളകള ശബ്ദം കേൾക്കുന്നു. അടുത്തത് അനുമാൻ യാ കൽപ്പന സെ. अपने समूह में मिलकर चर्चा कीजिए. अमरा या घनी है, कोयल पुकारती है. कोयल क्यों पुकार रही होगी, किसे पुकार रही होगी, कैसे पुकार रही होगी. അപ്പോൾ ഈ മാന്തോട്ടത്തിൽ കുയിൽ ഇങ്ങനെ വിളിക്കുന്നു. ആ കോയൽ ക്യോം പുക്കാർ രഹി ഹോഗി, എന്തുകൊണ്ടായിരിക്കും കുയിൽ ഇങ്ങനെ കൂകുന്നത്. കിസേ പുക്കാർ രഹി ഹോഗി, ആരെ ആയിരിക്കും വിളിക്കുന്നത്. കേസേ പുക്കാർ രഹി ഹോഗി, എങ്ങനെയായിരിക്കും വിളിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? കോയൽ ആം തോർ पर വസന്ത് ഋതു में पुकारती है. അപ്പോൾ വസന്തകാലത്താണ് കോയൽ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ वातावरण का आनंद लेने के लिए और प्रसन्नता से गीत गाने के लिए अपने साथियों को कूकू करके पुकार रही होगी. അപ്പോൾ ഈ സന്തോഷത്തോടു കൂടി ഈ കാലാവസ്ഥയിൽ ഇതിൻ്റെ
ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൂട്ടുകാരെ സാത്തിയോങ്കോ കൂക്കു എന്ന് പറഞ്ഞിട്ട്, കൂട്ടുകാരെ കൂക്കു കരക്കെ പുക്കാർ രഹി ഹോഗി, കൂട്ടുകാരെ കൂക്കു എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. അടുത്തത് ബഹത്തി മലൈ പവൻ ഹെ തൻ മൻ സവാർത്തി ഹെ. पवन किसका तन मन संवारती है, वो यह कैसे करती है. ബഹത്തി മലൈ പവൻ ഹെ, ഒഴുകി വരുന്ന മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്, മലയപർവ്വതത്തിൽ നിന്ന് വീശുന്ന ആ സുഗന്ധമുള്ള കാറ്റ് തൻ മൻ സവാർത്തി ഹെ, ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നു, ശാന്തമാക്കുന്നു. പവൻ കിസ്ക തൻ മൻ സവാർത്തി ഹെ, കാറ്റ് ആരുടെ ശരീരത്തെയും മനസ്സിനെയുമാണ് ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത്. വോ യ കേസെ കർത്തി ഹെ, അത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം. പവൻ ഉൻ സബി പ്രാണിയോ കാ തൻ മൻ സവാർത്തി ഹെ ജോ ഉസ്കെ രാസ്തേ മേ ആത്തെ ഹെ. ആ കാറ്റ് വീശുന്ന വഴിയിൽ ഉള്ള ഓരോരോ വസ്തുക്കളുടെയും ഓരോരോ പ്രാണികളുടെയും ഓരോരോ ജീവൻ്റെയും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നു, ഉത്സാഹം നൽകുന്നു. वह यह काम तन और मन को ऊर्जा और ताजगी से भरकर करती है. അടുത്തത് शब्दों के रूप. नीचे शब्दों से जुड़ी कुछ गतिविधियाँ दी गई है. इन्हें करने के लिए आप शब्दकोश अपने शिक्षकों और साथियों की सहायता भी ले सकते हैं. താഴെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിക്ഷണറി ഉപയോഗിക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പോട് കൂടിയും നിങ്ങൾക്ക് ചെയ്യാം. नीचे दी गई पंक्तियों को पढ़िए. जगमग चट्टा निराली पग पग चहर रही है. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങൾ വായിച്ചു നോക്കൂ. जगमग चट्टा निराली पग पग चहर रही है. इन पंक्तियों में पग शब्द को दो बार आया है. इसका अर्थ है हर पग या हर कदम पर. शब्दों के ऐसे ही कुछ जोड़े नीचे दिए गए हैं. इनके अर्थ लिखिए. അപ്പോൾ ഇവിടെ പഗ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഹർ പഗ് യാ ഹർ കദം, ഓരോരോ ചുവടും എന്നാണ്. അപ്പോൾ ശബ്ദമൊക്കെ ऐसे ही कुछ जोड़े नीचे दिए गए हैं, അങ്ങനെയുള്ള കുറച്ച് ശബ്ദത്തിൻ്റെ ജോഡികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതണം. ഘർ ഘർ, ഘർ ഘർ എന്ന് പറഞ്ഞാൽ ഹർ ഘർ യാ സബി ഘറോമേ, ഓരോരോ വീടും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും. ബാൽ ബാൽ എന്ന് പറഞ്ഞാൽ ഹർ ബാലിയ സഹി സലാമത്ത്, അതായത് ബാൽ ബാൽ ബച്ചതയെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാൽ ബാൽ ബച്ചതയെ, എന്തോ സംഭവിക്കാനിരുന്നതായിരുന്നു, അപ്പോഴേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അടുത്തത് സാസ് സാസ്, സാസ് സാസ് എന്ന് പറഞ്ഞാൽ ഹർ സാസ്, ഓരോരോ ശ്വാസവും. യാ ജീവൻ കാ ഹർ ക്ഷൺ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും. ദേശ് ദേശ് എന്ന് പറഞ്ഞാൽ ഹർ ദേശ്, ഓരോ രാജ്യവും. യാ സബി ദേശ്, എല്ലാ രാജ്യവും. പർവ്വത് പർവ്വത് എന്ന് പറഞ്ഞാൽ ഓരോ പർവ്വതവും അല്ലെങ്കിൽ എല്ലാ പർവ്വതങ്ങളും. ഹർ പർവ്വത് യാ സബി പർവ്വത്. അടുത്തത് വ युद्ध भूमि मेरी व बुद्ध भूमि मेरी. कविता में भूमि शब्द में अलग अलग शब्द जोड़कर नए नए शब्द बनाए गए हैं. आप भी कुछ नए शब्द बनाइए और उनके अर्थ पता कीजिए. അപ്പോൾ ഈ മാതൃഭൂമി കവിതയിലെ ഭൂമി എന്ന ശബ്ദം എന്ന വാക്ക് അലഗ് അലഗ് ശബ്ദ ജോഡക്കർ, വേറെയും വാക്കുകൾ യോജിപ്പിച്ച് ഭൂമിയുമായിട്ട് യോജിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ആപ് ബി കുച്ച് നയ ശബ്ദ ബനായി അവർ ഉൻകെ അർത്ഥ പത്താക്കി ചെയ്യും. നിങ്ങളും പുതിയ വേർഡ്സ് ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണം. തബ്, ദേവ്, ഭാരത്, ജന്മ, കർമ്മ, കർത്തവ്യ, മരു, മലൈ, മല്ല, യജ്ഞ, രംഗ്, രണ, സിദ്ധ് ആദി ഇവയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ഭൂമി, ദേവ് ചേർത്താൽ ദേവ് ഭൂമി, ഭഗവാൻ കി ഭൂമി. പിന്നെ തപ് ചേർത്താൽ തപോ ഭൂമി, ऐसी ഭൂമി ജഹാ തപസ്യ ഹോത്തി ഹെ, തപസ് ചെയ്യുന്ന ഭൂമി. അടുത്തത് അതേപോലെ रण ചേർത്താൽ रण ഭൂമി, യുദ്ധ കാ മൈദാൻ. ജന്മ ചേർത്താൽ ജന്മഭൂമി, जिस स्थान पर जन्म हुआ हो. യജ്ഞ ഭൂമി, वो स्थान जहाँ यज्ञ होता है, യജ്ഞ നടക്കുന്ന ഭൂമി. രംഗ് ഭൂമി, उत्सव मनाने का स्थान. थोड़ा भिन्न थोड़ा समान. नीचे दी गई पंक्तियों को पढ़िए. थोड़ा भिन्न എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തം, കുറച്ച് സമാൻ. थोड़ा സമാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരുപോലെയായിട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ചു നോക്കുക.
ജഗ് കോ ദയാ സിഖായി ജഗ് കോ ദിയ ദിഖായ. ആരായിരുന്നു ജഗ് കോ? ലോകത്തിന് ദയാ സിഖായി, കരുണ പഠിപ്പിച്ചു. ലോകത്തെ കരുണ പഠിപ്പിച്ചു. ദയ എന്താണെന്ന് പഠിപ്പിച്ചു. ലോകത്തിൽ പ്രകാശം പരത്തി, അറിവിൻ്റെ പ്രകാശം പരത്തി. ഗൗതം ബുദ്ധ. ദയ ഓർ ദിയ മേ കേവൽ ഏക് മാത്ര കാ അന്തർ ഹെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദയ എന്ന വേർഡും ദിയ എന്ന വേർഡും, ദിയ എന്ന വേർഡിൽ ഈക്ക് മാത്രം വരുന്നു. അപ്പോൾ ഒരു മാത്രയുടെ വ്യത്യാസമാണുള്ളത്, പക്ഷെ അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. ലേക്കിൻ इस एक मात्रा के कारण शब्द का अर्थ पूरी तरह बदल गया है അല്ലേ? ഈ ഒരു മാത്രയുടെ വ്യത്യാസം കൊണ്ട് ശബ്ദത്തിൻ്റെ മുഴുവൻ വേർഡിൻ്റെ മുഴുവൻ അർത്ഥവും തന്നെ മാറി. ദയ എന്ന് പറഞ്ഞാൽ കരുണ, ദിയ എന്ന് പറഞ്ഞാൽ വിളക്ക്. आप भी अपने समूह में मिलकर ऐसे शब्दों की सूची बनाइए जिनमें केवल एक मात्रा का अंतर हो, जैसे घड़ा घड़ी. അപ്പോൾ നിങ്ങളും ഗ്രൂപ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? ऐसे शब्दों की सूची बनाइए, ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കണം. जिनमें केवल एक मात्रा का अंतर हो, ആ വേർഡ്സിന് ഒരു മാത്രയുടെയൊക്കെ വ്യത്യാസമാണ് ഉണ്ടാവേണ്ടത്. ജैसे ഘട ഘടി. ഇവിടെ ഘട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുടം, മൺകുടം. ഘട എന്ന് പറഞ്ഞാൽ ഘടി എന്ന് പറയുമ്പോൾ ഇവിടെ ഈക്ക് മാത്രമേ മാറി. ഡായുടെ അടുത്ത് ഈക്ക് മാത്രം വന്നു. ഘടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്ലോക്ക്. ഘട എന്ന് പറഞ്ഞാൽ പോട്ട്, പിന്നെ ഘടി എന്ന് പറഞ്ഞാൽ ക്ലോക്ക്. അതേപോലെ നമുക്ക് വേറെ ഏതൊക്കെ വേർഡ്സ് എഴുതാം? ഹാൽ എഴുതാം. ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനുള്ള സൊല്യൂഷൻ എന്ന അർത്ഥവുമുണ്ട്. പിന്നെ നിലമുഴുന്ന ആ ഇൻസ്ട്രുമെൻറ്റില്ലേ, മെഷീനിൽ, അതിനും ഹൽ എന്ന് പറയും, കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന. അതേപോലെ ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, കണ്ടീഷൻ. പിന്നെ സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും. സാദാ അവിടെ ആക്കി മാത്രം വന്നു, സൈഡ് എടുത്ത്. സാദാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സിമ്പിൾ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ. ഹാത്തി, ഈക്ക് മാത്രം വന്നു. ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ്. ഗീത എന്ന് പറഞ്ഞാൽ പാട്ട്, ഗീത. പിന്നെ നിയമമാണ്, പിന്നെ ഭഗവത്ഗീത. അങ്ങനെ അർത്ഥം വ്യത്യസ്തമാണ്. അടുത്തത് പാട്ട് സേ ആകെ ആപ്കി ബാത്ത്. ഇസ് കവിത മേ ഭാരത് കാ സുന്ദർ വർണ്ണൻ കിയാ ഗയാ ഹെ. ഈ കവിതയിൽ നമ്മുടെ ഭാരതത്തെ നല്ല ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. ആ ഭാരത് കെ കിസ് സ്ഥാൻ പർ രഹത്തെ ഹെ. നിങ്ങൾ ഭാരതത്തിൻ്റെ ഏത് സ്ഥാനത്താണ്, ഏത് പ്ലേസിലാണ് താമസിക്കുന്നത്? വ സ്ഥാൻ ആപ്കോ കേസാ ലഗ്താ ഹെ. ആ സ്ഥലം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഇഷ്ടമാണോ? ഉസ് സ്ഥാൻ കി വിശേഷതായെ ബത്തായിയെ. ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ, ആ സ്ഥലത്തിൻ്റെ ഓരോരോ വിശേഷതകൾ നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ കുറിച്ച് നിങ്ങൾ എഴുതണം. അതേപോലെ കേരളത്തിന് പുറത്താണെങ്കിൽ ഡൽഹിയിലാണ്, അല്ലെങ്കിൽ പഞ്ചാബ്, അല്ലെങ്കിൽ കാശ്മീർ, എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടുത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും അവിടുത്തെ അവിടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയണം. ഖാൻ ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ച്, എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എഴുതണം. ജൽവായു, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്, അതും എഴുതണം. പ്രസിദ്ധ സ്ഥാൻ, അവിടെയുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ എഴുതണം. അടുത്തതോ अपने परिवार के किसी सदस्य या मित्र के बारे में लिखिए, उसकी कौन सी बातें आपको अच्छी लगती है. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ കുറിച്ച്, നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. उसकी कौन सी बातें आपको अच्छी लगती है. അവരുടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു മെമ്പറിൻ്റേതാണെങ്കിൽ അവരുടെ, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റേതാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നത്, അത് നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. മേ കേരൾ മേ രഹത്തി ഹൂം. ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്. കേരൾ കി മഹാൻ ധർത്തി ഭവ്യ പഹാഡിയോ ഓർ ഖൂബ്സൂരത് ജലരാശിയോ സെ ഭർപൂർ ഹെ. കേരളത്തിൻ്റെ ഈ മഹത്തായ ഭൂമി ഭവ്യ പഹാഡിയോ, പർവ്വതങ്ങളാലും, ഖൂബ്സൂരത് ജലരാശിയോ സെ ഭർപൂർ ഹെ, ജലരാശി എന്നാൽ ജലാശയങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. കേരളീയോ കാ പ്രമുഖ ഭോജൻ ചാവൽ ഹെ. അപ്പോൾ നമ്മൾ ചാവൽ എന്ന് പറഞ്ഞാൽ
ചോറാണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്. മൂന്നാർ, വയനാട്, കാപ്പാട് കെ സമുദ്ര തട്ട്, ये सब केरल के फेमस स्थान है. പിന്നെ മൂന്നാർ, അതേപോലെ വയനാട്, കാപ്പാട് ബീച്ച്, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒരുപാട് സെൻറ്റൻസസ് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അതേപോലെ രാജസ്ഥാനിലാണ് താമസിക്കുന്നതെങ്കിൽ मैं भारत के राजस्थान राज्य में रहता हूँ. यहाँ की मरुस्थलीय सुंदरता और रेत के टीलों की अद्भुत छटा देखते ही बनती है. यहाँ का खान पान मुख्यतः दाल बाटी चूरमा और गट्टे की सब्जी है. राजस्थान का जलवायु गर्मी में बहुत तप्त और सर्दियों में ठंडी रहती है. यहाँ का सबसे प्रसिद्ध स्थान जयपुर का हवा महल और ജയ്സൽമേർ का सोनार किला है. ഫ്രണ്ടിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. മേരി സഹേലി കാ നാം മീന ഹെ. എൻ്റെ കൂട്ടുകാരിയുടെ പേര് മീന എന്നാണ്. उसकी सबसे अच्छी बात यह है कि वह हमेशा दूसरों की मदद करती है. അവളുടെ ഏറ്റവും നല്ല സ്വഭാവം ഇതാണ്, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നു. वह सबसे अच्छे से बात करती है. എല്ലാവരോടും നന്നായി പെരുമാറുന്നു. और पढ़ाई में भी बहुत होशियार है. അതുകൂടാതെ പഠനത്തിലും മിടുക്കിയാണ്. അടുത്തത് വൻഷി സെ. ശ്രീകൃഷ്ണനെ സുനായി വൻഷി പുനീത് ഗീത. വൻഷി ബാസുരി കോ കഹത്തെ ഹൈ. അപ്പോൾ വൻഷി എന്ന് പറയുന്നത് എന്താണ്? ഓടക്കുഴൽ, ബാസുരി. ये मुँह से फूंक कर बजाया जाने वाला एक वाद्य यानी बाजा है. അപ്പോൾ ഊതിയിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലേ, ഓടക്കുഴൽ. नीचे फूंक कर बजाए जाने वाले कुछ वाद्यों के चित्र दिए गए हैं. അങ്ങനെ ഊതിയിട്ട് കേൾപ്പിക്കുന്ന വാദ്യങ്ങളുടെ കുറച്ച് ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. इनके नाम शब्द जाल से खोजिए और सही चित्र के नीचे लिखिए. അപ്പോൾ ആ വാദ്യങ്ങളുടെ പേര് നിങ്ങൾ ഈ കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ചിത്രത്തിൻ്റെ താഴെ എഴുതണം. വാദ്യോं के नामों का शब्द जाल. അപ്പോൾ ഞാനിവിടെ ആദ്യമേ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. ഷെഹനായി, പിന്നെ അൽഗോജ, ബംഗോര, നാദ്, ശംഖ്, ബീൻ, ബാസുരി, സീങ്കി. നമുക്കിവിടെ പിക്ചറിൻ്റെ താഴെ എഴുതാം. ഇതേതാണ്? അൽഗോജ. ഇത് ബീൻ, ബാസുരി, സീങ്കി, ഷെഹനായി, നാദ്, ഭംഗോര, ശംഖ്. അടുത്തത് आज की पहेली. आज हम आपके लिए एक अनोखी पहेली लाए हैं. पहेली എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡിൽ. नीचे कुछ अक्षर दिए गए हैं. താഴെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ മിലാകർ कोई सार्थक शब्द बनाइए. അപ്പോൾ നിങ്ങളത് കൂട്ടി യോജിപ്പിച്ചിട്ട് അർത്ഥമുള്ള വേർഡ് ഉണ്ടാക്കണം. अक्षरों को आगे पीछे किया जा सकता है, यानी उनका क्रम बदला जा सकता है. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാം. आप अपने मन से किसी भी अक्षर के साथ कोई मात्रा भी लगा सकते हैं. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷരങ്ങളുടെ കൂടെ ഏത് മാത്ര വേണമെങ്കിലും ചേർക്കാം. पहला शब्द हमने आपके लिए पहले ही बना दिया है. ആദ്യത്തെ വേർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷർ ശബ്ദ്. ആദ്യത്തെ അക്ഷരങ്ങൾ ഏതൊക്കെ? സ, മ, ഹ, ഗ, ര. 5 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മഹാസാഗർ. പിന്നെ ഹ, മ, യ, ല, ഹിമാലയ്. ഇതോ ഗ, ഗ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ് മാത്രം ചേർക്കാം, ഗംഗ. ഇത് ബ, ത, ര. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഭായുടെ അടുത്ത് ഈക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഏതാ വരിക? ഭീത്തർ എന്ന് വരും. ഭായുടെ അടുത്ത് ആക്കി മാത്രം കൊടുത്തിട്ട് രാ ഇവിടെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഭാരത്. അതേപോലെ ല, ക, യ. ഏതാണ്? കോയൽ. വ, ന, പ, പവൻ. അടുത്തത് झरोखे से. आप अपने विद्यालय में वंदे मातरम गाते होंगे. അല്ലേ, നിങ്ങളുടെ സ്കൂളിൽ വന്ദേ മാതരം പാടാറുണ്ടാകും. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര चट्टोपाध्याय द्वारा रचा गया था. यह गीत स्वतंत्रता की लड़ाई में लोगों के लिए प्रेरणा का स्रोत था. भारत में इसका स्थान जन गण मन के समान है. क्या आप इसका अर्थ जानते समझते हैं? आइए आज हम पहले इसका अर्थ समझ लेते हैं, फिर समूह में चर्चा करेंगे. അപ്പോൾ വന്ദേ മാതരത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം.
വന്ദേ മാതരം വന്ദേ മാതരം. അതിൻ്റെ അർത്ഥം എന്താണ്? ഹേ മാതാ മേ തുമേ പ്രണാം കർത്താ ഹൂം. അമ്മേ, ഞാൻ നിന്നെ നമിക്കുന്നു, പ്രണമിക്കുന്നു. സുജലാം സുഫലാം. തും ജൽ സെ ഭരി ഹുയി ഹോ ഫലോ സെ പരിപൂർണ്ണ ഹോ. അപ്പോൾ നിങ്ങൾ ജൽ സെ ഭരി ഹുയി ഹോ, വെള്ളം ജലത്താൽ സമൃദ്ധമാണ്. ഫലോ സെ പരിപൂർണ്ണ ഹോ, ഫ്രൂട്ട്സിനാൽ പഴങ്ങളാൽ നിറഞ്ഞു കിടക്കുകയാണ്. മലയജ് ശീതളാം. തുമേ മലൈസെ ആത്തി ഹുയി പവൻ ശീതളത പ്രദാൻ കർത്തി ഹെ. അപ്പോൾ മലൈസെ ആത്തി ഹുയി, മലൈ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ് ശീതളത പ്രദാൻ കർത്തി ഹെ, ശീതളമാക്കുന്നു. പിന്നെ സസ്യശ്യാമളാം മാതരം. തും അന്ന കെ ഖേതോं से പരിപൂർണ്ണ വന്ദനീയ മാതാ ഹോ. അന്ന കെ ഖേതോं से, അതായത് ധാന്യങ്ങളുടെ വയലാൽ സമ്പൂർണ്ണമാണ്. വന്ദേ മാതരം. ഹേ മാ തുമേ പ്രണാം കർത്താ ഹൂം. അമ്മേ, നിന്നെ നമിക്കുന്നു. സുബ്രത് ജ്യോത്സ്ന പുലകിത് യാമിനി. ജിസ്കി രമണീയ രാത്രി को चंद्रमा का प्रकाश शोभामान करता है. चंद्रमा का प्रकाश, അതായത് ചന്ദ്രൻ്റെ പ്രകാശം ലഭിക്കുന്നുണ്ട്. ഫുല്ല കുസുമിത് ദ്രുമദള ശോഭിനി. जो खिले हुए फूलों के पेड़ों से സുസജ്ജിത് ഹെ. खिले हुए फूलों के, അതായത് വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാൽ ഇങ്ങനെ സുസജ്ജിത്, അലങ്കരിക്കപ്പെട്ട് നിൽക്കുകയാണ്. സുഹാസിനിയും സുമധുര ഭാഷിണിയും. സദൈവ് ഹസ്നെ വാലി മധുര ഭാഷ ബോൾനെ വാലി. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല മധുരമുള്ള സംസാരത്തിൽ മധുരമായ രീതിയിൽ സംസാരിക്കുന്ന. സുഗതാം വരദാം മാതരം. സുഖ ദേനെ വാലി വരദാൻ ദേനെ വാലി മാ. സുഖം നൽകുന്ന, വരം നൽകുന്ന അമ്മയാണ്. വന്ദേ മാതരം വന്ദേ മാതരം. മേ തുമേ പ്രണാം കർത്താ ഹൂം. ഞാൻ നിന്നെ നമിക്കുന്നു, പ്രണമിക്കുന്നു. ആപ് നീച്ചെ ദി ഗയി ഇൻ്റർനെറ്റ് കടി പർ ഇസെ സംഗീത് കി സാത്ത് സുൻ ഭി സക്തെ ഹെ. അപ്പോൾ ഇവിടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കേൾക്കുകയും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സാച്ചി സമജ്. अपने മാതൃഭൂമി കവിത को भी पढ़ा और വന്ദേ മാതരം को भी. അപ്പം നിങ്ങൾ മാതൃഭൂമി കവിതയും വന്ദേ മാതരവും വായിച്ചു. अब कक्षा में चर्चा कीजिए और पता लगाइए कि इन दोनों में कौन कौन सी बातें एक जैसी है. അപ്പോൾ ഈ രണ്ട് പാട്ടുകളിലും ഏതാണ് നിങ്ങൾക്ക് ഒരുപോലെ തോന്നിയിരിക്കുന്നത്, എന്ത് കാര്യമാണ് ഒരേപോലെ തോന്നിയിരിക്കുന്നത്. और कौन कौन सी बातें कुछ अलग है, എന്താണ് വ്യത്യസ്തമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് നിങ്ങൾക്ക് ഒരേപോലെ തോന്നിയത്. വന്ദേ മാതരത്തിലും പിന്നെ മാതൃഭൂമി എന്ന കവിതയിലും സെയിം ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്, വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്, അത് നിങ്ങൾ ചർച്ച ചെയ്യണം. പിന്നെ खोजबीन के लिए नीचे पाठ से संबंधित कुछ रचनाएं दी गई है. इन्हें पुस्तक में दिए गए QR कोड की सहायता से पढ़े, देखें व समझें. അപ്പോൾ പാഠത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് രചനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് പുസ്തകത്തിൽ തന്നിട്ടുള്ള QR കോഡിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ വായിക്കണം, നോക്കിയിട്ട് മനസ്സിലാക്കണം. സ്വാധീനതാക്കി സർഗം വന്ദനാക്കെ ഇൻ സ്വരമേ. പിന്നെ ന ഹാദ് ഏക് ശസ്ത്ര ഹോ പുഷ്പ കി അഭിലാഷ യഹ് മഹിമാമൈ അപ്നാ ഭാരത്. അടുത്തത് പഠനേ കെ ലിയെ, വായിക്കാൻ വേണ്ടിയാണ്. പുഷ്പ കി അഭിലാഷ, ഒരു പൂവിൻ്റെ ആഗ്രഹം, ഒരു ഫ്ലവറിൻ്റെ ആഗ്രഹം. ചാഹ് നഹി മേ സുർബാലാക്കെ ഗഹനോ മേ ഗൂന്താൻ ജാവോ. അതിൻ്റെ അർത്ഥം എന്താണ്? മേ നഹി ജാത്ത ഹൂം കി മുझे സുർബാലാക്കി ഗഹനോ മേ ഡാൽ ദോ. ഒരു അപ്സരസിൻ്റെ മാലകളിൽ എന്നെ കോർത്തെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ചാഹ് നഹി പ്രേമി മാലാമേ ബിന്ദ് പ്യാരിക്കോ ലളിച്ചാവും. എനിക്ക് ഇതിനും ആഗ്രഹമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രേമിക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കണം, എന്നെ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കണം, അതും എനിക്ക് ആഗ്രഹമില്ല. ചാഹ് നഹി സമ്രാട്ടോ കെ ഷൗപ്പർ ഹേ ഹരി ഡാലാ ജാവും. ഇതിനും ആഗ്രഹമില്ല. മേ നഹി ചാഹത്താ ഹൂം കി ബാദ്ഷാ ഓർ സമ്രാട്ടോ കി ശവ പർ മുജ്കോ ഡാൽ ജായെ. ചക്രവർത്തിമാരുടെ ശവത്തിന് മുകളിൽ എന്നെ ഇടണം എന്നും എനിക്ക് ആഗ്രഹമില്ല.
चाह नहीं देवों के सिर पर चढ़ूं भाग्य पर इटलाऊं. ഇതിനും എനിക്ക് ആഗ്രഹമില്ല. ദേവതാओं के सिर पर चढ़ाऊं. ദേവതകളുടെ തലയിൽ അർപ്പിക്കാൻ അതും എനിക്ക് ആഗ്രഹമില്ല. പൂവ് പറയുകയാണ്. മുझे तोड़ देना वनमाली उस पद में देना तुम फेंक മാതൃഭൂമി पर शीश चढ़ाने जिस पद जावे वीर अनेक. അതായത് വീർ ജവാൻ ജഹാ ജാത്തെ ഹെ ഉസ് രാസ്തേ പേ മുझे ഫേക്ക് ദേന. ഭാരതത്തിലെ വീര ജവാന്മാർ പോകുന്ന ആ വഴിയിൽ എന്നെ ഫേക്ക് ദേന, എന്നെ എറിയണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊരു പൂവ് പറയുകയാണ്. ആരാണ് എഴുതിയത്? മാഖൻലാൽ ചതുർവേദി. എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.